ഇപ്പോൾ AK മിഷ്റഫ് MLA മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ആ ട്രക്കിന് ട്രക്കിൻ്റെ അടുത്തേക്ക് എത്താനുള്ള എല്ലാവിധ ശ്രമം നടത്തിയിട്ട് പോലും ഇവിടെ തോറ്റു നിൽക്കുകയാണ്. നേവിയുടെ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് 8 knots ആണ് വെള്ളം. ഞങ്ങളൊരു 3 knots ഉണ്ടെങ്കിൽ അതിനകത്ത് 100% ജീവനോടെയുള്ള ഒരാളുണ്ടെങ്കിൽ മാത്രമേ സാഹസികമായി ഞങ്ങൾ അങ്ങനെ മുങ്ങാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു കാരണവശാലും ഈ വെള്ളം ഇത്രയും വലിയ സ്പീഡിനിടയിൽ ഞങ്ങൾക്ക് അടിയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതിനിടയിൽ ഇവിടുത്തെ ജില്ലാ ഭരണകൂടവും MLAയും ഡ്രഡ്ജിങ് ഗോവയിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ലോറിയിൽ കയറ്റി ട്രക്കിൽ കയറ്റി 15 ടണ്ണാണ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടുവരാൻ റോഡിലേക്ക്. 25 ടൺ ആയതുകൊണ്ട് കൊണ്ടുവരാൻ കഴിയും. സാങ്കേതിക തടസ്സം വന്ന് അത് ഇന്നുവരെ ഇവിടെ എത്തിച്ചിട്ടില്ല. 2 ഒരു ഫ്ലൂട്ടിംഗ് പാൻഡൂലം എന്ന് പറയുന്നൊരു പുതിയൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചു. അതുകൂടി ഇവിടുത്തെ ഗംഗാവളി ബ്രിഡ്ജും മറ്റുള്ള കൊങ്കൺ ബ്രിഡ്ജിനെയും അവർ പറയുന്നത് അത് പൊളിച്ചു മാറ്റിയിട്ട് അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 10 days എക്സ്പീരിയൻസ് വെച്ച് നമ്മുടെ CM ഇന്നും കർണാടക CM ആയി ആശയവിനിമയം നടത്തുന്നുണ്ട്. നമ്മുടെ 2 മന്ത്രിമാർ വന്നു, റിയാസ് മിനിസ്റ്ററും ഫോറസ്റ്റ് മിനിസ്റ്ററും. അവരൊക്കെ ആദ്യം എത്തിയ പാട് ഇതിനെ ഏത് രീതിയിൽ ഞാൻ കൂടെയുണ്ട്. റിയാസ് മിനിസ്റ്റർ എല്ലാവരും ഇവിടുത്തെ MLAയുടെ ശ്രമത്തെ അഭിനന്ദിച്ചു. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഓരോ ശ്രമങ്ങളെയും അവർ കൃത്യമായി വിലയിരുത്തി. ഇപ്പം 2 MLAമാർ എൻ്റെ കൂടെയുള്ള വിജിനും പ്രിയപ്പെട്ട കാസർകോട്ടെ തൃക്കരിപ്പൂർ രാജഗോപാലും എൻ്റെ കൂടെയുണ്ട്. രാഘവേട്ടന് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഓരോ മിനിറ്റ് വെച്ച് അദ്ദേഹം വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 10 ദിവസത്തിലും ഒരു റിസൾട്ട് ട്രക്ക് കണ്ടു എന്ന് അനൗൺസ് ചെയ്തതല്ലാതെ ആ ട്രക്കിനകത്ത് അർജുൻ ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ട്രക്കിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ഇന്ന് ബഹുമാന്യനായ ഫോറസ്റ്റ് മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ ജില്ലാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ച MLAമാർ പങ്കെടുത്ത യോഗത്തിൽ നേവിയുടെ തലപ്പത്തുള്ളത് മലയാളിയായ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പാലക്കാട്ടുകാരനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ മിനിസ്റ്റർ ചോദിച്ചു, നിങ്ങളുടെ നേവിയിലേക്കല്ല ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു നേവിയിൽ ഈ പാറ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് മണ്ണ് മാറ്റി നമുക്ക് എടുക്കാനുള്ള വല്ല യന്ത്രമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സർ എൻ്റെ അനുഭവത്തിൽ ഇന്ത്യയിൽ ഒരു നേവിയിലും ഇല്ലാമെന്ന് അദ്ദേഹം പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ മിനിസ്റ്റർ ചോദിച്ചു, നമ്മുടെ ആർമിയിൽ ഏതെങ്കിലും സംവിധാനം ഇല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ കാരണം ഈശ്വർ മൽപ്പെ എന്ന് പറയുന്ന ഒരു മുങ്ങൽ വിദഗ്ധൻ നിന്ന് മുങ്ങിയിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത്, മുങ്ങിയപ്പോൾ പാറക്കല്ലുകളാണ് കിട്ടുന്നത്, നല്ല കലക്ക് വെള്ളമാണ്. ഇത് എനിക്ക് ഇങ്ങനെ ഒരു ട്രക്കിനടുത്തേക്ക് അടുക്കണമെങ്കിൽ ഈ പാറക്കല്ല് മണ്ണ് മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അവിടെ നടക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഈ തുടക്കത്തിൽ പൊട്ടിപ്പോയ മെസ്കാം ഇവിടെ ഇവരുടെ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൈവറ്റാണ്. മെസ്കാമിൻ്റെ ഉദ്യോഗസ്ഥ ടീം വന്ന് ആ പൊട്ടി വീണ അവരുടെ കമ്പികൾ മുഴുവനും മാറ്റുന്ന എല്ലാവരെയും മാറ്റി നിർത്തി അതിൻ്റെ വർക്കാണ് നടക്കുന്നത്. ഞാനിവിടെ പ്രിയപ്പെട്ട കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് പറയുന്നൊരു കാര്യം, കേരളം മുഴുവനും നമ്മൾ ദിവസങ്ങൾ തള്ളി നീക്കിയത് പ്രിയപ്പെട്ട അർജുനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഞാനും എൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഒറ്റ ദിവസത്തേക്ക് വന്ന ഒരാൾ 10 ദിവസക്കാലം നിന്നത് അർജുനെയും കൂട്ടി ജീവനോട് അർജുനെ കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അർജുനെയും കൂട്ടി പോകണമെന്നാണ്. ഇനിയിപ്പോൾ ബഹുമാന്യ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഞാനും എൻ്റെ അനുഭവം വെച്ച് CMുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായും CM to CM, കേരള CM, കർണാടക CM, ഉദ്യോഗസ്ഥ ചീഫ് സെക്രട്ടറിമാർ തമ്മിൽ ഒരു B പ്ലാനിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാനിവിടെ എപ്പോഴും മീഡിയക്കാരുടെ മുമ്പിൽ വരും. ഞങ്ങളെക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി പറയുകയാണ്, കേരളത്തിലെ മീഡിയാസിനെ നിങ്ങളാണ് ഈ വിഷയത്തിൽ ഏറ്റവും ജാഗ്രതയോടുകൂടി ഇതിൻ്റെ നിജാംശം ലോകത്തോട് വിളിച്ചു പറഞ്ഞതും ഇവിടുത്തെ കൊടും മടയിലും പ്രതികൂല കാലാവസ്ഥയിലും നിങ്ങൾ ചെയ്ത ത്യാഗമൊക്കെ ചരിത്രത്തിൽ എപ്പോഴും രേഖപ്പെടുത്തും. നിങ്ങളോട് ഒരു കാര്യം കൂടി പറയുന്നത്, ഇതേ രീതിയിൽ എല്ലാ ദിവസവും രാവിലെ വരുമ്പോൾ നിങ്ങൾ ചോദിക്കും, അപ്പോഴൊക്കെ മനസ്സിലുള്ളൊരു പ്രതീക്ഷ എന്നറിയുന്നത് ഇന്ന് അർജുനെ കിട്ടും. അപ്പോൾ അതിനിടയിൽ അർജുൻ മാത്രമല്ല, ഇവിടുത്തെ 2 പേരും നഷ്ടപ്പെട്ടില്ല, ലോകേഷും ജഗന്നാഥും. നമ്മൾ അവരെയും കിട്ടണമെന്ന് പ്രാർത്ഥനയിലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം നിങ്ങളുടെ മുമ്പിലെത്തി ഞാൻ മടങ്ങുമ്പോൾ നിങ്ങളോട് പറയാറുള്ളത് ഇങ്ങനെയൊക്കെയായി, നാളെ ഇന്ന യന്ത്രങ്ങൾ വരും, നാളെ വീണ്ടും തുടരുമെന്ന്. ഇപ്പം നമ്മൾ അവസാനമായി നിൽക്കുന്നത് നമ്മുടെ ഈശ്വർ മൽപ്പയുടെ ഒരു മുങ്ങലും കൂടി അവസാനിച്ചാൽ വാട്ട് ഈസ് ദ നെക്സ്റ്റ് എന്നുള്ള ചോദ്യം എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ അതാണ് ഇന്ന് ഡാറ്റ വെച്ചുകൊണ്ട് ബഹുമാന്യനായ കേരള നിയമസഭാ സ്പീക്കർ സംഷീർ, അതോടൊപ്പം ബഹുമാന്യനായ VD സതീശൻ പ്രതിപക്ഷ നേതാവ്, അവരൊക്കെ നിരന്തരമായി വിളിക്കുന്ന ആളുകളാണ്. കൃത്യമായി എൻ്റെ ഡാറ്റ ഞാനിന്ന് കൊടുക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ശ്രമം ബഹുമാന്യനായ ഫോറസ്റ്റ് മിനിസ്റ്ററും റിയാസ് മിനിസ്റ്ററും കൃത്യമായി അവലോകനം നടത്തിയ ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു B പ്ലാൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഇടപെടലും കൂടി ആവശ്യകത നമ്മുടെ മുമ്പിൽ കാണുകയാണ്. അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ഒരു റിസൾട്ട് എന്നതിനപ്പുറം ഒരു മാറ്റം സംഭവിക്കാൻ സാധ്യതയില്ല.
അങ്ങനെയൊക്കെ ഇതുവരെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിരാശ നിലനിൽക്കുന്നുണ്ട്. നിലവിലെ തിരച്ചിലിൽ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയാണ് അത്. അങ്ങനെ പറയാനുള്ളൊരു കാരണം ഇവിടെ ഏറ്റവും ഞാൻ പിന്നെ ഓരോ മലയാളികളും പിന്നെ നന്ദി പറയേണ്ട ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് സതീഷ് ശൈൽ MLA ആണ്. നമ്മളെ മീഡിയാസിനോട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വളരെ ഡെഡിക്കേറ്റായി സഭയിൽ പോലും പോകാണ്ട് നിന്ന ഒരാളാണ്. അന്ന് കർണാടക മുഖ്യമന്ത്രി വരുമ്പോൾ ഞാനും MK രാഘവൻ MP യും കർണാടക മുഖ്യമന്ത്രി വന്നപ്പോഴും നല്ല മഴ കനത്തു. നിങ്ങളൊക്കെ കണ്ടതാണ്, മുഖ്യമന്ത്രിക്ക് ഒന്ന് നേരെ കാണാനും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും പോലും പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ രാഘവേട്ടനും ഞാനും നിങ്ങളോട് ഞങ്ങൾക്ക് അർജുനെ കുറിച്ച് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഗസ്റ്റ് ഹൗസിൽ വരാൻ പറഞ്ഞു. ഞങ്ങൾക്ക് അവസരം തന്നു. ഒരു 10-15 മിനിറ്റ് ഞങ്ങളത് ഔദ്യോഗികമായി അദ്ദേഹത്തോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. ഞാനിത് ഒരു പ്രത്യേകിച്ച് പറയാൻ കാരണം, നമ്മൾ ഈ തെരച്ചിൽ എന്ന് ഞാൻ ഇന്ന് DC യുമായി സംസാരിച്ചു. ഞാൻ തിരിച്ചു വരുമ്പോൾ DC യോട് ചോദിച്ചു, ഇപ്പോൾ ഈശ്വർ മൽപ്പയുടെ മുങ്ങൽ കഴിഞ്ഞതിന് ശേഷം നേവിക്കാരുമായി ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയാതെ ഞങ്ങൾക്ക് മുങ്ങാൻ കഴിയില്ല എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാൻ DC യോട് ചോദിച്ചു, ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവർക്കൊരു കൃത്യമായി ഒരു മറുപടി തരാൻ കഴിയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രക്ക് കണ്ടുപിടിച്ചതിന് ശേഷം ഈ നേവി ഒന്നെങ്കിൽ ആ ട്രക്കിനടുത്തേക്ക് എത്തും, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും സംവിധാനത്തിലെത്തും. ഇപ്പോൾ ഡ്രഡ്ജിങ് മിഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, പാൻഡുലം മിഷൻ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള തടസ്സങ്ങൾ വരുമ്പോൾ എന്താണ് നെക്സ്റ്റ് എന്നുള്ള ചോദ്യം എന്നെയും അലട്ടുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, പല പരിമിതികളുണ്ട്. ഞാനൊരു മനുഷ്യ സഹജമായി ഒരു കേരളീയൻ എന്ന നിലക്ക്, പ്രത്യേകിച്ച് കന്നഡ അറിയുന്ന ഒരാളെന്ന നിലക്ക്, കർണാടകയിൽ നടന്നൊരു സംഭവം എന്ന നിലക്ക് ഓടിക്കിതച്ച് ഇവിടെ എത്തിയ ഒരാളാണ്. 10 ദിവസത്തെ എൻ്റെ ഈ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നത് ബഹുമാനനായ മുഖ്യമന്ത്രിയോട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഒരു ഇടപെടൽ നടത്തിയാൽ മാത്രമേ ഈ ഒരു തെരച്ചിലിന് വേറെ ഏതെങ്കിലും രീതിയിലൊന്ന് ആലോചിക്കാൻ കഴിയുകയുള്ളൂ. നിർബന്ധമായും ആ ഒരു ആലോചന നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഏത് ദുരന്തം വന്നപ്പോഴും നമ്മുടെ പ്രത്യേകത, നമ്മുടെ ഒരു മാൻ പവർ, നമ്മൾ പെട്ടെന്ന് ഉണരും, നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കും. ആർമിനേക്കാളും SDRFിനേക്കാളും ഏത് ടീമിനേക്കാളും മികച്ച രീതിയിൽ കേരളത്തിൻ്റെ ഓരോ അത്തരത്തിലുള്ള ദുരന്തമുഖത്ത് കേരളീയ ജനതയാണ് മികച്ച റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ അതിൻ്റെ അനുഭവ സമ്പത്തിൻ്റെ കുറവുണ്ട്. നമ്മളെ കേരളത്തിൽ നിന്ന് നിരന്തരമായി വിളിക്കുന്ന ആളുകളെ ഇവരോട് ചോദിക്കുമ്പോൾ ഇവരതിന് പെർമിഷൻ അനുവദിക്കുന്നില്ല. ഒരു പക്ഷേ CM to CM, ബഹുമാനനായ നമ്മുടെ CM-ഉം ഇവിടുത്തെ CM-ഉം തമ്മിലുള്ള ചർച്ചയിൽ ആ രീതിയിൽ കേരളത്തിൽ നിന്ന് കുറേ ആളുകൾ, വിജിൻ ഇപ്പോൾ കുറേ വീഡിയോ അയച്ചു, എനിക്ക് അയച്ചു, സർ ഇത് ഞങ്ങൾ പിന്നെ ചാനലിൽ കാണുന്നുണ്ട് സർ, ഞങ്ങൾക്കത് എടുക്കാൻ പറ്റും സർ, ഞങ്ങൾക്കൊരു അവസരം തരണമെന്ന് ഒരുപാട് പിന്നെ മലയാളി രക്ഷാപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. അവർ സാധാരണ ചോദ്യമല്ല, പല വീഡിയോ അയച്ച് അവരുടെ എക്സ്പീരിയൻസ് വെച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ CM to CM ടോക്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും ചർച്ചയിലേക്ക് ഒരു നീങ്ങണം എന്നുള്ള റിക്വസ്റ്റാണ് ഈ 10 ദിവസത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാനുള്ളത്. AK എം അഷ്റഫ് MLA സംസാരിക്കുകയായിരുന്നു.